മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അതിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: നന്മ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം. അതിനകത്ത് പറയുന്ന ഇതാണ്: തേജസ്, മാനം, അക്ഷയത, സമാധാനം, നിത്യജീവൻ. ഈ 5 കാര്യങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും എന്ന് പറഞ്ഞു. അതുപോലെ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ക്രോധം, കോപം, കഷ്ടം, സങ്കടം. ഈ 4 കാര്യങ്ങളാണ് തിന്മ ചെയ്യുന്നവർക്കുള്ളത് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ക്രോധം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ ക്രോധം നമുക്ക് കമ്പയർ ചെയ്യാൻ വയ്യാത്തൊരു ക്രോധമാണ്. ദൈവത്തിൻ്റെ ക്രോധം, നെബൂഖദ്നേസർ രാജാവിന് ക്രോധം വന്ന സമയത്ത് എന്താ ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. അന്നേരമുള്ള തീ 7 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച് ആ ഇടുന്നവനും കൂടി ആ തീയിൽ ഇടുന്നവനോട് കത്തിപ്പോകത്തക്ക രീതിയിൽ ക്രോധം വർദ്ധിച്ചപ്പോൾ ചെയ്തതാണ്. രാജാവ് ചെയ്യുന്ന കൽപ്പന അനുസരിക്കാതെ വരുമ്പോൾ രാജാവിന് ക്രോധം വരുന്നു എന്ന് പറയുന്നു. അത് എന്നാൽ ദൈവത്തിൻ്റെ ക്രോധം നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും വയ്യാത്ത ക്രോധം. അതിലൊക്കെ എത്ര ഇരട്ടിയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനും ലഭിക്കും. കഴിഞ്ഞ ദിവസം ഇവിടം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി നമുക്ക് ഒരു 3 വാക്യം കൂടി നമുക്ക് വായിക്കാം. 11 തൊട്ടുള്ള വാക്യങ്ങൾ, റോമർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 11 തൊട്ടുള്ള വാക്യങ്ങൾ. നിങ്ങൾ ദയവായിട്ട് നോട്ട് എഴുതണം, ഇത് എഴുതി വെക്കണം. പ്രത്യേകിച്ച് ഇത് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പല റെഫറൻസിൽ കൂടിയാണ് ഓരോന്ന് പ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് എഴുതി ശീലിക്കണം, പഠിക്കണം. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. 11-ാം വാക്യത്തിൽ ദൈവത്തിന് മുഖപക്ഷം ഇല്ലല്ലോ. 12-ാം വാക്യം, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. 13-ാം വാക്യം, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 വാക്യങ്ങളെക്കുറിച്ച് ഇന്ന് ചുരുക്കമായി ചിന്തിക്കാം. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ നേരത്തെ അറിയാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്തവർക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അന്നേരം ഇവിടെയും ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്, ചിന്തയാണ് ഇവിടെ വരുന്നത്. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ല എന്നുള്ള ചിന്ത വരുന്നത് ന്യായവിധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തയാണ്. നമുക്കറിയാം, ലൂസിഫറിൻ്റെ സാത്താൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചതാണ്. സാത്താൻ്റെ ന്യായവിധിയെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചതാണ്. അവിടെയും നോക്കാം, നമുക്കറിയാവുന്ന കാര്യമാണ്. സാത്താനെ പോലും അവനെ നിഗളിച്ചു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അവൻ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് മാറിപ്പോയതിനാൽ അവൻ ദൈവത്തിൻ്റെ കൂടെ ആരാധനയിൽ ഇൻവോൾവ് ചെയ്തിരുന്ന ലൂസിഫർ ദൈവം ന്യായം വിധിച്ചതായിട്ട് നമ്മളെ കാണും. എന്നാൽ ദൈവത്തിൻ്റെ ജസ്റ്റാണ്, മുഖപക്ഷമില്ലാതെ ദൈവം ന്യായം വിധിക്കുന്നു. ബൈബിളിലെ ചില വാക്യങ്ങൾ നമുക്ക് എടുത്ത് നമുക്ക് ചിന്തിക്കാം. കാരണം പ്രത്യേകിച്ച് ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആണ് ന്യായപ്രമാണം കൊടുത്തിരുന്നത്. യഹൂദൻ മാത്രമേ ദൈവത്തിൻ്റെ മക്കളായിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-34-35 വാക്യങ്ങളിലെ പത്രോസ് പറയുന്ന ഭാഗമാണ്. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് പോയി അവിടെ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണുവാനായിട്ട് പത്രോസിനെ കാണുവാൻ സാധ്യമായപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-34-35. പത്രോസിന് ഒരു മുൻവിധി ഉണ്ടായിരുന്നു, ഒരു തെറ്റിദ്ധാരണ. എന്നാൽ
കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ അവന് ആ തിരിച്ചറിവ് വന്നു. എല്ലാവരും, ദൈവം എല്ലാവർക്കും ആരോട് തന്നെ പാർഷ്യാലിറ്റി കാണിക്കുന്നതല്ല, മുഖപക്ഷം കാണിക്കുന്നതല്ല എന്നുള്ള ചിന്ത അവിടെ പത്രോസിന് അവിടെ ചെന്നപ്പോഴേ വന്നതായിട്ട് കാണുന്നു. ഏത് രീതിയിലായാലും ദൈവം ആർക്കും തന്നെ പാർഷ്യല്ല, ജസ്റ്റ് ഗോഡാണ്, നീതിയുള്ള ദൈവമാണ്. ഗലാത്യർ 2:6 ഇതേ കാര്യം തന്നെ പറയുന്നു. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല, ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചിട്ട് തന്നിട്ടില്ല. ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എന്ന് ഉദ്ദേശിക്കുന്ന ഉന്നത സ്ഥാനികളാണെങ്കിലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ദൈവം മുഖം നോക്കാതെ, മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഗലാത്യർ എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ വിതയെക്കുറിച്ചും കൊയ്ത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. 6, 7, 8 വാക്യങ്ങളിൽ ജഡത്തിൽ വിതയ്ക്കുന്നത് ജഡത്തിൽ നാശം കൊയ്യും എന്ന് പ്രത്യേകം പറയുന്നു. അതിൽ ആത്മാവിൽ വിതയ്ക്കുന്നത് ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും, നാശം കൊയ്യും, നിത്യജീവൻ കൊയ്യും. നമ്മൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. എന്താണ് പറയുന്നത് ചോദിച്ചാൽ, മുഖപക്ഷമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ ചെയ്യുന്നതിന് റിസൾട്ട് നമുക്ക് കിട്ടും എന്ന് പറയുന്നു. ബൈബിളിൽ 1-2 ഭാഗം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, കൊലോസ്യർ 3:25, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. അവിടെയും അതാണ് എഴുതിയിരിക്കുന്നത്, മുഖപക്ഷമില്ല. അന്യായം ചെയ്യുന്നവനെ ദൈവം വെറുതെ വിടത്തില്ല. അവൻ്റെ ന്യായവിധി ഉണ്ട്, അവൻ അതിന് തക്ക ഒത്തത് പ്രാപിക്കും എന്ന് പറയുന്നു. 1 പത്രോസ് 1:17 അതേ കാര്യം തന്നെ പറയുന്നു. മുഖപക്ഷം കൂടാതെ ഒരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോട് കഴിപ്പീൻ. ഇവിടെ പത്രോസ് പറയുന്ന കാര്യമാണ്, മുഖപക്ഷം കൂടാതെ ഒരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ ന്യായം വിധിക്കുക തന്നെ ചെയ്യും. അവർ അനുസരണക്കേട് കാണിച്ചാൽ അവർക്ക് ന്യായം വിധിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വലിയ തോട്ടാണ് ഇവിടെ വരുന്നത്. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. ദൈവം എല്ലാവരെയും മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കും. 12-13 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം, ഇതാണ് നേരത്തെ പറഞ്ഞ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്ന കാര്യം. 13-ാം വാക്യത്തിൽ ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. നേരത്തെ നമ്മൾ ഈ ചാപ്റ്റർ, ഈ 2-ാം അധ്യായം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു. 5-6 പോയിൻ്റായിട്ട് നമ്മൾ ഇത് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു. അതിൽ 11-ാം വാക്യത്തിൽ മുഖപക്ഷമില്ലാത്ത ന്യായവിധിയാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. 13-ാം വാക്യം, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ അക്കോർഡിംഗ് ടു ദ പെർഫോമൻസ് നോട്ട് നോളജ്, അറിവനുസരിച്ചല്ല അനുസരണമനുസരിച്ചാണ് ദൈവം ന്യായം വിധിക്കുന്നതെന്നുള്ള ചിന്തയാണ് ഈ ഭാഗത്തിൽ നിന്ന് വരുന്നത്. 12-ാം വാക്യത്തിൽ ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ഈ നശിച്ചു പോകും എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഇല്ലാതെയാകും എന്നുള്ള അർത്ഥത്തിലല്ല എഴുതിയിരിക്കുന്നത്. ഇല്ലാതെയാകും എന്നുള്ളതല്ല, പിന്നെയോ അത് യൂസ്ലെസ് ആകും എന്നുള്ള മീനിങ്ങിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ, അതിൻ്റെ എന്താണ് ഒറിജിനലായിട്ട് അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതിൽ നിന്ന് മാറിപ്പോകും എന്നുള്ള ഒരു ചിന്തയാണ് ഈ ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടെ നശിച്ചു പോകും എന്ന് പറഞ്ഞു. ലൂക്കോസ് 12:47-48 വാക്യങ്ങളിൽ യജമാൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായി ചെയ്തതിനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം വാങ്ങിയവനോട് അധികം ചോദിക്കും. ഇവിടെ യജമാൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ചെയ്യാതെ ഇരിക്കുന്ന ദാസനെക്കുറിച്ചാണ് പറഞ്ഞത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായപ്രമാണം കൊടുത്തു, അവരത് അനുസരിച്ചില്ല. അറിവുകൊണ്ട് അല്ല, അനുസരിക്കുന്നതുകൊണ്ടാണ് ന്യായവിധി വരുന്നത്. അനുസരിക്കാതിരുന്നാൽ ന്യായവിധി വരും. 13-ാം വാക്യത്തിൽ ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. കേൾക്കുക എന്ന് പറയുന്ന വാക്ക് സാധാരണ അത് ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴേ
സാധാരണ കേൾക്കുക എന്ന് ഗ്രീക്കിലെ അക്കൗ എന്ന് പറഞ്ഞൊരു വാക്കാണ് കേൾക്കുക എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കേൾക്കുക എന്ന് പറയുന്ന വാക്കിന് വേറൊരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. അക്കരാറ്റസ് എന്ന് പറയുന്നൊരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരവരുടെ കാര്യം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു അധ്യാപകൻ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഇരുന്ന് കേൾക്കുന്ന പോലെയുള്ളൊരു കാര്യം. ഇതിങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ സമയത്തെ ചുരുളായിട്ടുള്ള ന്യായപ്രമാണം എല്ലാ ഭവനങ്ങളിലും ഒന്നുമില്ല. ന്യായപ്രമാണം ചുരുളായിട്ടിരിക്കുകയാണ്. അത് സിനഗോഗിൽ അത് അവർ ആഴ്ച തോറും വന്ന് കൂടി അത് വായിച്ച് കേൾപ്പിക്കും. അതായത് ഇത് ഒരു വായന ഒരു സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ് സിനഗോഗിൽ. അതായത് അവിടെ വായിച്ച് കേൾക്കും എന്നുള്ളതല്ലാതെ ഇത് അവർ ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന പോലെ അവരവരുടെ ബിസിനസ്സിൽ പോവും, കേൾക്കും, അത് കഴിഞ്ഞ് അവരുടെ ബിസിനസ്സിലേക്ക് അവർ പോകും. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അതിന് പകരമായിട്ട് എന്താണ് ഇത് ഫോളോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ന്യായപ്രമാണം ആചരിക്കാനായിട്ട് അനുസരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിന് പകരമായിട്ട് റബ്ബിമാർ ഒരുപാട് ട്രഡീഷൻസ് വാമൊഴിയായി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് സിനഗോഗിൽ വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ പഠിച്ചിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വാമൊഴിയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് അവർ പഠിച്ചിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഉപേക്ഷിക്കാനായിട്ട് അത് വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ചിന്തിക്കും. ഭാര്യയെ ഉപേക്ഷിക്കാനായിട്ട് ഒരു മാർഗം, പെട്ടെന്നൊരു മാർഗം, ഒരു ഉപേക്ഷണപത്രം ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ഈ റബ്ബിമാർ ഈ ട്രഡീഷണലായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ അവർക്ക് അനുസരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ അവർ ഫോളോ ചെയ്ത് വന്നിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് എന്താണ് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശിക്ഷ കാഠിന്യമേറിയ ശിക്ഷയായിരിക്കും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ഉം 21-ഉം വാക്യത്തിൽ എങ്കിലും വചനം കേൾക്കാൻ മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപം എന്നായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു. ഇതേ അവസ്ഥയായിരുന്നു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം. അവർ വചനം കേൾക്കും, എന്നാൽ അനുസരിക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ നിന്ന് നമുക്ക് വരുന്ന. അവർ അനുസരിക്കുകയില്ല എന്നുള്ള. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇതുമായിട്ട് ചേർന്ന് കർത്താവ് പഠിപ്പിച്ച ഒരു രൂപകം നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ ആകയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളയാൾ വീണില്ല. ഇവിടെ കേട്ടനുസരിക്കുന്നവർ പാറമേൽ വീണ് പണിത വീട് പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അവിടെ 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. വന്മഴ ചൊരിയുന്നത് ആകാശത്ത് നിന്ന്, നദി പൊങ്ങുന്ന എവിടെ നിന്നാണ്? വെള്ളം കൂടിയിട്ട് ഈ ഭൂമിയിൽ നിന്ന്. കാറ്റടിക്കുന്നതും ആകാശമണ്ഡലങ്ങളിൽ നിന്ന്. കുടുംബജീവിതങ്ങളിൽ ഇതുപോലെ പല പ്രഷേഴ്സ് പലപ്പോഴും വരും. ഈ പറയുന്ന രീതിയിലെ 3 പ്രഷർ. ട്രയൽസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള പരിശോധനകൾ വരും. പ്രഷർ ഫ്രം വേൾഡ്, ലോകത്തിൽ നിന്നുള്ള പരിശോധനകൾ. നദി അടിച്ചു, നദി വന്മഴ ചൊരിഞ്ഞ നദികൾ പൊങ്ങി, നദിയുടെ വെള്ളം വന്നടിച്ചു. 3ാമത് സൈറ്റാനിക് അറ്റാക്ക്, കാറ്റിൻ്റെ ആകാശമണ്ഡലങ്ങളിൽ നിന്ന് കാറ്റടിച്ചു. എന്നാൽ പുറമേ നോക്കുമ്പോൾ എല്ലാ വീടും ഒരുപോലെ ഇരിക്കുമെങ്കിലും ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കുന്ന പാറമേൽ വീട് പണിത വീട് അവിടെ തന്നെ സ്ഥിരം പോകാതെ ഇരിക്കും. അതുകൊണ്ട് അനുസരിക്കുന്ന ഭവനം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ എന്താണ്? ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് വിളിക്കപ്പെട്ട യഹൂദൻ അത് ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നിത്യനാശം വരികയാണ്, അവൻ്റെ ശിക്ഷ കാഠിന്യമേറും എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഇന്ന് 3 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. നമ്മൾ പലപ്പോഴും ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നന്മ
എനിക്ക് നന്മ ദൈവം ചെയ്തു തന്നില്ല എന്ന് പറയുന്നവരുണ്ട്. തിന്മയാണ് എനിക്ക് വരുന്നതെന്ന് പറഞ്ഞ് ആളുകൾ പ്രെയർ റിക്വസ്റ്റുകൾ പലപ്പോഴും അയക്കാറുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോഴേ ഞാൻ ഓർക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. അതുകൊണ്ടാണ് 3-4 വാക്യം എടുത്ത് ഞാൻ ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് പറഞ്ഞ്. പ്രമാണിയായാലും ഉന്നത സ്ഥാനിയായാലും പാവപ്പെട്ടവനായാലും എല്ലാവരെയും ദൈവം ന്യായം വിധിക്കും എന്നുള്ളത് പ്രത്യേകം പറഞ്ഞ്. രണ്ടാമത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്, ന്യായപ്രമാണം ഇല്ലാതെ ഉള്ളവർ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. അതുപോലെ ന്യായപ്രമാണത്താൽ ഉള്ളവർ എന്ന് വെച്ചാൽ യഹൂദന്മാർ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ. ന്യായപ്രമാണം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. ആ ട്രഡീഷൻസിലേക്ക് പോകുക എന്നുള്ളതല്ല, അനുസരിക്കുക എന്നുള്ളതാണ്. ഇന്നും നമുക്ക് ഇതുപോലെ ദൈവവചനം, നമുക്ക് എഴുതപ്പെട്ട ദൈവവചനം തന്നിട്ടുണ്ട്. ന്യായപ്രമാണം നീങ്ങിപ്പോയി, പുതിയ നിയമത്തിലെ ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ദൈവവചനം നമുക്ക് അറിവിന് വേണ്ടി നമ്മൾ പഠിച്ചു വെക്കാനായിട്ടല്ല, സൺഡേ സ്കൂളിൽ പോയോ പള്ളിയിൽ പോയോ അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ട് ദൈവവചനം അറിവിന് വേണ്ടി ഇരിക്കാനായിട്ടുള്ളതല്ല, പിന്നെ അത് അനുസരിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. അനുസരിക്കുമ്പോഴേ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ വന്നു ചേരുന്നതായിട്ട് കാണാം. ജീവിതത്തിലെ നന്മകൾ അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ വലിയ കുത്തി നിറച്ച അനുഗ്രഹങ്ങൾ ഉയരത്തിൽ നിന്ന് ഷവർ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവിനാലുമാണ്. ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, ദൈവം അനുസരിച്ച് ജീവിക്കാനായിട്ട് ദൈവമേ നീ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എന്ത് വിഷയമായാലും അതിലൊക്കെ ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും, നിങ്ങളെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ വലിയ കരുണ അവരുടെ മേലുണ്ടാകണം. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ഞങ്ങൾ പഠിച്ചല്ലോ. കർത്താവേ, പാപം ചെയ്യുന്നവരെ എല്ലാം ദൈവം ന്യായം വിധിക്കും. ന്യായപ്രമാണം പ്രകാരം ഉള്ള ന്യായവിധി യഹൂദനുണ്ടെങ്കിൽ ന്യായപ്രമാണം അല്ലാത്തവർക്കും ദൈവം ന്യായം വിധിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നെങ്കിൽ അതനുസരിച്ച് ജീവിപ്പാനായി നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനപ്രകാരം നീ ഞങ്ങളെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാനായിട്ട് നീ ഞങ്ങളെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ട പ്രയാസങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരിത് കാണുന്നു. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായിരിക്കുന്ന ചില വ്യക്തികൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് വീട്ടിൽ വരുന്നില്ല, ഭർത്താവിൻ്റെ മാനസാന്തരം ആവശ്യമായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ എന്നോട് ചേർന്ന് ഒന്ന് ആ സ്ക്രീനിലോട്ട് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഈ സമയത്ത് ദൈവം വലിയൊരു വിടുതൽ തരും. എന്തൊക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഭവനത്തിലുണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിലെ വലിയൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ വന്നു ചേരും. ഭർത്താവിൻ്റെ മാനസാന്തരം, ഭർത്താവിൻ്റെ മദ്യപാനം, ഭർത്താവ് വേണ്ട സമയത്ത് നോക്കാതിരിക്കുന്നു, ഭവനത്തിൽ വരാതിരിക്കുന്നു, ഇതിനെല്ലാം ദൈവം ഒരു ഉത്തരം തരും. ഇന്നത്തെ ദിവസം ഒരു ഉത്തരം തരും. ദൈവരങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ചില വ്യക്തികൾ ശരീരത്തിൻ്റെ സൗഖ്യമില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിലിരുന്ന് പ്രയാസപ്പെടുന്നു. നടുവേദനയുടെ പ്രയാസങ്ങളിലിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. അനേകം നാളുകളായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, എന്നാലും മാറുന്നില്ല. വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുമോ? യേശുവിൻ്റെ നാമത്തിലെ എല്ലാ വേദനകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ശരീരത്തിലുള്ള ഏതൊക്കെ വേദനയായാലും അതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസം, ഭവനത്തിലെ പ്രയാസം, വീട് പണി മുടങ്ങിക്കിടക്കുന്നു. ധനമില്ലാത്തതുകൊണ്ടല്ല, എന്നാൽ ചില പ്രയാസങ്ങൾ വന്നിട്ട് ചില വഴക്കുകളോ അല്ലെങ്കിൽ ചില കേസുകളോ വന്നിട്ട് വീട് പണി മുടങ്ങിക്കിടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം സെറ്റിൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവമേ, ഇതിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോട് നിങ്ങളൊന്ന് ഏറ്റെടുക്കുമോ? പണമില്ലെങ്കിൽ പണം അറിയാത്ത വഴികളിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്ത് പ്രാർത്ഥിക്കുമോ? ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്തവർക്ക് ഒരു ക്രിയേറ്റീവ് മിറക്കിൾ കാണത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ നീ പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യും. എല്ലാ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലും, എല്ലാ ശരീരവേദനയിലും, എല്ലാ കർത്താവ് ഹൗസ് കൺസ്ട്രക്ഷൻ പ്രശ്നങ്ങളിലും കർത്താവിൻ്റെ കൈ കാണുവാനായിട്ട് ദൈവമേ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ ഒരു ടേക്ക് അവേ അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടും. പ്രത്യേകിച്ച് നിങ്ങളത് മനസ്സിലാക്കുകയും അത് ഫോളോ ചെയ്ത് അനുസരിക്കാനായിട്ടുള്ള ഒരു കൃപ ദൈവത്തോട് പ്രാപിക്കണം. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ഉത്തരം തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിച്ചാൽ സ്തോത്രം ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അതുപോലെ ആ പ്രെയർ ലൈനിൽ വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥന റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് തരാവുന്നതാണ്, അല്ലെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.